എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം കൊള്ളുന്നു. ഈ ലോകസുഖം കള്ളിനാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ ദുർഗം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 13-ാം വാക്യം. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ച്, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അത്യുന്നതൻ്റെ ശബ്ദമായി ഇടിമുഴക്കത്തെ സംഗീതക്കാരൻ വിവരിച്ചിരിക്കുന്നു. ആലിപ്പഴത്തെയും തീക്കലിനെയും 2 വാക്യങ്ങളിലും പരാമർശിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ പ്രതികാരത്തിൻ്റെ ആയുധമായി ദൈവം ഇതിനെ കാണുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ ദൈവത്തെ പ്രതികാരത്തിന് ദൈവമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവൻ കാരുണ്യവാനും മനസ്സലിവുള്ളവനുമാണ്. തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ പ്രതികാരത്തിന് ദൈവമായ യഹോവ അവനു വേണ്ടി പ്രവർത്തിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിത പ്രതിസന്ധിയിലും നാം ഏകരല്ല. നമുക്കെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ അവരെ അമർച്ച ചെയ്ത് നമുക്ക് ശാന്തത നൽകുവാൻ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. അവൻ നമ്മെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, എതിരാളികളുടെ മധ്യത്തിൽ നിന്റെ സുരക്ഷിതത്വം അനുഭവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.